നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. വൈഭവിൻ്റെ കയ്യിൽ നിന്ന് അടി വാങ്ങിയ 2 ടീമുകൾ, അദ്ദേഹം മുറിവേൽപ്പിച്ച അല്ലെങ്കിൽ അവൻ മുറിവേൽപ്പിച്ച 2 ടീമുകൾ ഇന്ന് പരസ്പരം ഏറ്റുമുട്ടുകയാണ്. മുംബൈ ഇന്ത്യൻസും RCBയും തമ്മിൽ ഇന്ന് വാങ്കഡയിൽ ഏറ്റുമുട്ടുമ്പോൾ മികച്ചൊരു പോരാട്ടം എന്തായാലും ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. ഇന്നത്തെ മത്സരത്തിൽ 2 ടീമിനെയും മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? അതാണ് ആദ്യം നോക്കുന്നത്. ആദ്യം മുംബൈ ഇന്ത്യൻസിൻ്റെ ഭാഗത്ത് വിൽ ജാക്സ് ഇതുവരെ ഇന്ത്യയിലെത്തിയിട്ടില്ല, ഇഞ്ചുറിയാണ് അദ്ദേഹത്തിന്. അതേസമയം മിച്ചൽ സാന്റ്നർ കഴിഞ്ഞ കളിയിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ടായിരുന്നില്ല. ഡൽഹിക്കെതിരെയുള്ള മത്സരത്തിൽ ഡൈവ് ചെയ്യുന്ന സമയത്ത് ഷോൾഡറിന് ഇഞ്ചുറി പറ്റിയതാണ്. RRനെതിരെ കളിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹം കഴിഞ്ഞ 2 ദിവസമായിട്ട് നന്നായിട്ട് ട്രെയിനിങ് നടത്തുന്നുണ്ട്. അദ്ദേഹം സ്ക്വാഡിലേക്ക് മടങ്ങിയെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അല്ല ഗസൻഫർക്ക് പകരം അദ്ദേഹം കളിക്കും. അങ്ങനെയെങ്കിൽ മുംബൈയുടെ ഒരു പ്രോബിൾ 12 നോക്കിയാൽ റിയാൻ റിക്കിൾട്ടൺ, രോഹിത് ശർമ്മ. ഇനി റിക്കിൾട്ടന് പകരം QDക്ക് കളിക്കുമോ എന്നുള്ളത് കണ്ടറിയണം. നമ്പർ 3 സൂര്യകുമാർ യാദവ്, നമ്പർ 4 തിലക് വർമ്മ, നമ്പർ 5 ഹാർദിക് പാണ്ഡ്യ, നമ്പർ 6 നമാൻ ടിർ, നമ്പർ 7 ഷെർഫൈൻ റുദർഫോർഡ്, നമ്പർ 8 മിച്ചൽ സാന്റ്നർ, ദെൻ ഷാർദുൽ താക്കൂർ, ദീപക് ചാഹർ, നമ്പർ 11 ട്രെൻറ്റ് ബോൾട്ടോ, കോർവിൻ ബോഷോ, നമ്പർ 12 ജസ്പ്രീത് ബുംറ. അപ്പം അതാണ് അവരുടെ ഒരു പ്രോബിൾ 12 നമ്മൾ പ്രതീക്ഷിക്കുന്നത്. RCBയുടെ കാര്യത്തിൽ ഇപ്പോൾ ഫിൽ സാൾട്ടിൻ്റെ ഫോമിൻ്റെ കാര്യത്തിൽ ചെറിയ ആശങ്ക, പക്ഷേ അദ്ദേഹം തുടരുമെന്ന് തന്നെ കരുതാം. അഭിനന്ദൻ സിംഗിൻ്റെ കാര്യമാണ് വലിയ സംശയം. ഇപ്പോൾ കഴിഞ്ഞ കളികളൊക്കെ അദ്ദേഹം കളിച്ചെങ്കിലും RRനെതിരെ നന്നായിട്ട് ബുദ്ധിമുട്ടി 54 റൺസാണ് ജസ്റ്റ് 3 ഓവറുകളിൽ വിട്ടുകൊടുത്തത്. അപ്പോൾ RCB അദ്ദേഹത്തെ ഒന്ന് മാറ്റി നിർത്തുകയാണെങ്കിൽ പകരം റഷീഖ് സലാമോ മങ്കേഷ് യാദവോ എത്താനുള്ള ഒരു സാധ്യതയുണ്ട്. മറ്റ് മാറ്റങ്ങൾക്കുള്ള സാധ്യത കുറവാണ്. പിന്നെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിൻ്റെ പ്രോബിൾ 12 നോക്കുകയാണെങ്കിൽ ഫിൽ സാൾട്ടും വിരാട് കോഹ്ലിയും ചേർന്ന് ഓപ്പൺ ചെയ്താൽ ദേവദത്ത് പടിക്കൽ അറ്റ് നമ്പർ 3, ദെൻ രജത് പട്ടീദർ അറ്റ് നമ്പർ 4, ടിം ഡേവിഡ് നമ്പർ 5 വന്നാൽ ജിതേഷ് ശർമ്മ നമ്പർ 6, റൊമാരിയോ ഷെഫേർഡ് നമ്പർ 7, കൃണാൽ പാണ്ഡ്യ അറ്റ് നമ്പർ 8, ഭുവനേശ്വർ കുമാർ നമ്പർ 9, അഭിനന്ദൻ സിംഗോ അദ്ദേഹത്തിന് പകരം മങ്കേഷ് യാദവോ നമ്പർ 10 വരും, ദെൻ ജോഷ് ഹേസൽവുഡ് അറ്റ് നമ്പർ 11. ഇമ്പാക്റ്റ് സബ് റോളിൽ സുയാഷ് ശർമ്മയും ഉണ്ടാവും. ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന RCBയുടെ ഒരു പ്രോബിൾ 12. പിച്ചിൻ്റെ സ്വഭാവം വാങ്കഡയിലെ പിച്ചാണ്, നിങ്ങൾക്കറിയാം. വാങ്കഡയിൽ സെക്കൻഡ് ബാറ്റ് ചെയ്യുക എന്നുള്ളതാണ് എപ്പോഴും എല്ലാ ടീമുകളും പ്രിഫർ ചെയ്യുന്നത്. അതിൻ്റെ ഒരു കാരണം ഡ്യൂ നന്നായിട്ട് കളിയെ എഫക്റ്റ് ചെയ്യുന്നുള്ളത് തന്നെയാണ്. അതേ തീരുമാനത്തിലേക്ക് തന്നെ പോകാനാണ് സാധ്യത. ഈ കളിക്ക് ഉപയോഗിക്കുന്ന പിച്ച് നമ്പർ 8 ആണ്. അപ്പോൾ ഈ പിച്ചിൽ പക്ഷേ കുറച്ചുകൂടി ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു പിക്ചറാണ് നമുക്ക് ലഭിക്കുക. കാരണം ചേസിങ് ടീം അവസാനം കളിച്ച 7 കളികൾ നോക്കുമ്പോൾ, ഇവിടെ ഈ ഒരു പിച്ചിൽ നടന്ന 7 ഗെയിമുകൾ നോക്കുമ്പോൾ IPLൽ ചേസിങ് ടീം 4 മത്സരങ്ങളും ജയിച്ചിട്ടുണ്ട്. അതുപോലെ ഫസ്റ്റ് ബാറ്റ് ചെയ്ത ടീം 3 മത്സരങ്ങളും ജയിച്ചിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് അവിടെ ഉള്ളത് എന്നർത്ഥം. സംഗതി എന്തായാലും ടോസ് ലഭിക്കുന്ന ടീം ആദ്യം ബൗൾ ചെയ്യാനായിരിക്കും തീരുമാനിക്കുക എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ 2 ടീമുകളും ഇപ്പോൾ വ്യത്യസ്തമായ രൂപത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. RCBക്ക് അവരുടെ ആദ്യ തോൽവിയാണ് രാജസ്ഥാൻ റോയൽസിനോട് കഴിഞ്ഞ ദിവസം ഏറ്റുവാങ്ങേണ്ടി വന്നത്. അതേ മുംബൈ ഇന്ത്യൻസ് ഇപ്പോൾ 2 കളികൾ പരാജയപ്പെട്ട് നിൽക്കുകയാണ് എന്ന അവസ്ഥ നോക്കണം. DCയോട് അവർ തോറ്റിട്ടുണ്ട്, രാജസ്ഥാൻ റോയൽസിനോടും തോറ്റിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്കൊരു തിരിച്ചുവരവ് വളരെ നിർബന്ധമാണ്. 8ാം സ്ഥാനത്താണ് ഇപ്പോൾ മുംബൈ ഇന്ത്യൻസ് ഉള്ളത്. 3 കളികളിൽ നിന്ന് 1 വിജയം 2 തോൽവി, 2 പോയിൻറ്റ്. RCB 3 കളി 2 വിജയം 1 തോൽവി, 4 പോയിൻറ്റുമായിട്ട് 3ാം സ്ഥാനത്താണ്. സോ 2 ഹെവി വെയ്റ്റുകൾ തമ്മിലുള്ള പോരാട്ടമാണ്. കോഹ്ലി വേഴ്സസ് ഹിറ്റ്മാൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു കിടിലൻ പോരാട്ടം നമ്മളിവിടെ പ്രതീക്ഷിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.